ഈ കാട്ടുമുയൽ ശരിക്കും റാബിറ്റ് ആണോ അതോ ഹെയർ ആണോ? മലയാളത്തിൽ രണ്ടിനെയും മുയൽ എന്നാണ് പറയുക എങ്കിലും അവ രണ്ടും വേറെ തന്നെയാണ്. രണ്ടും ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും ജനിതകപരമായി നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ മാറ്റങ്ങളുണ്ട്. റാബിറ്റുകളിൽ നമുക്ക് വളർത്തുമുയലിനെയും കാട്ടുമുയലിനെയും കാണാൻ സാധിക്കും. പക്ഷേ ഹെയറുകളെ ഇണക്കി വളർത്താൻ ഇതുവരെ മനുഷ്യന് സാധിച്ചിട്ടില്ല. ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ കാട്ടുമുയൽ എന്ന് വിളിക്കാറുള്ള ഇന്ത്യൻ ഹെയറിനെയാണ്. ഇതിന്റെ ഈ നീണ്ട ചെവികൾ ചുറ്റുമുള്ള ചെറിയ അനക്കങ്ങൾ വരെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. മണിക്കൂറിൽ 80 കിലോമീറ്റർ എന്ന വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ കാട്ടുമുയലിന്റെ ശരീരതാപം കൂടി നിയന്ത്രിക്കുന്നത് അതിന്റെ ചെവികളാണ്. രാത്രികളിൽ ഇവയെ ഇടയ്ക്കിടയ്ക്ക് കാണാമെങ്കിലും പകൽ സമയങ്ങളിൽ ആളെ കാണുന്നതും ചിത്രങ്ങൾ എടുക്കുന്നതും ശ്രമകരമായ കാര്യം തന്നെയാണ്. ഒരു യാത്രയിൽ വിശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ സാന്നിധ്യം അറിയാതെ തന്നെ മുന്നിലോട്ട് വന്ന കാട്ടുമുയലിന്റെ ചിത്രങ്ങളാണ് കേട്ടത്. ഞങ്ങളെ കണ്ട ഉടനെ തന്നെ ആള് തിരിഞ്ഞൊരു ഓട്ടമായിരുന്നു. ഈ ചിത്രങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണേ. കൊമ്പ് പോലെ നീണ്ട ചെവികൾ ഉള്ളതുകൊണ്ട് ഇവയെ പലയിടങ്ങളിലും കൊമ്പൻ എന്നാണ് വിളിക്കാറുള്ളത്. നിങ്ങൾ നാട്ടിൽ ഇവയെ കണ്ടിട്ടുണ്ട് എങ്കിൽ സ്ഥലം കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.